നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാകിസ്ഥാനുമായി വരാൻ പോകുന്ന യുദ്ധം ശത്രുവിൻ്റെ വ്യോമത്താവളങ്ങളോ സൈനിക താവളങ്ങളോ മാത്രമല്ല, പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് പ്രവേശിച്ച് തന്ത്രപ്രധാനമായ ഇടങ്ങൾ കൂടി പിടിച്ചടക്കും എന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഭാരതം. ലഫ്റ്റനൻറ്റ് ജനറൽ മനോജ് കുമാർ കത്യാർ സൈനികരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലാണ് ഈ രീതിയിൽ പാകിസ്ഥാന് കൃത്യമായ രീതിയിലുള്ളൊരു മറുപടി നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ നിരന്തരം അവരുടെ ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മറുപടി. ഇതിനോടകം തന്നെ പാകിസ്ഥാൻ അതീവ ദുർബലമായൊരവസ്ഥയിലാണ്. താലിബാനിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ പാകിസ്ഥാന് ലഭിക്കുന്നത്. 15ഓളം സൈനിക ചെക്ക് പോസ്റ്റുകൾ താലിബാൻ തകർത്തെറിഞ്ഞു കഴിഞ്ഞു. ലോകത്തിന് മുന്നിൽ തലകുനിച്ചു നിൽക്കുന്നൊരവസ്ഥയിലാണ് പാകിസ്ഥാൻ നിലവിലുള്ളത്. അത് താരതമ്യേന വളരെയധികം ദുർബലമായ ഒരു സൈന്യമാണ് താലിബാൻ സൈന്യം. അവരിൽ നിന്നാണ് ഈ രീതിയിലുള്ള കനത്ത തിരിച്ചടി പാകിസ്ഥാൻ ഏൽക്കേണ്ടി വന്നത്. പാകിസ്ഥാൻ്റെ ഭീഷണികൾക്ക് ഇന്ത്യ പുല്ലുവില പോലും കൽപ്പിക്കുന്നില്ല. ഇതിനോടകം തന്നെ പാകിസ്ഥാൻ്റെ കിരാന കുന്നുകളിൽ ശേഖരിച്ചിരുന്ന ആണവശേഖരം ഇന്ത്യ തകർത്തെറിഞ്ഞു കഴിഞ്ഞു. സൈന്യത്തിൻ്റെ വെസ്റ്റേൺ കമാൻഡ് മേധാവി കൂടിയായ ജനറൽ മനോജ് കുമാർ കത്യാർ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. പാകിസ്ഥാന് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഈ ഭീകരവാദികളെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഇന്ത്യയുടെ മണ്ണിലേക്ക് അയക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സൈന്യം സർവാത്മന സജ്ജമാണ്. ശത്രുവിൻ്റെ വ്യോമത്താവളങ്ങളോ സൈനിക പോസ്റ്റുകളോ മാത്രമല്ല ഇനി തകർക്കാൻ പോകുന്നത്. ശത്രുവിൻ്റെ മണ്ണിലേക്ക് പ്രവേശിച്ച് അവരുടെ തന്ത്രപ്രധാനമായ ഇടങ്ങൾ മുഴുവൻ തകർത്തെറിഞ്ഞവരുടെ മണ്ണുകൂടി ഇന്ത്യ സ്വന്തമാക്കാൻ പോവുകയാണ്. പാകിസ്ഥാൻ്റെ ബാലിശമായ ഭീഷണികളെ പണ്ടും ഇന്ത്യ ഭയന്നില്ല, ഇനി ഒട്ടും ഭയക്കാനും പോകുന്നില്ല. ഭാവിയിൽ ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ സൈന്യം പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മിലിറ്ററി സ്റ്റേഷനിലെ ധ്യാൻ സിംഗ് മിലിറ്ററി സ്റ്റേഷനിലെ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംഘർഷമുണ്ടായാൽ അത് പാകിസ്ഥാൻ്റെ സമ്പൂർണ്ണ പരാജയത്തിലും ഭാരതത്തിൻ്റെ നിർണായകമായ വിജയത്തിലും മാത്രമേ അത് അവസാനിക്കൂ. നേരത്തെ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന വേളയിൽ ഇന്ത്യയോട് വെടിനിർത്താൻ പാകിസ്ഥാൻ അപേക്ഷിച്ചിരുന്നു. ഒടുവിൽ ഒന്നും നടക്കാതെ വന്നപ്പോൾ അമേരിക്കയുടെ കാലു പിടിച്ചതിന് ശേഷമാണ് ഇന്ത്യയുമായൊരു നയതന്ത്ര സമീപനത്തിന് പാകിസ്ഥാൻ എത്തുന്നത്. അതായത് പാകിസ്ഥാൻ നാണം കെട്ട് നാറിയാണ് ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പരാജയം സംബന്ധിച്ച് തിരിച്ചുപോയത്. എന്നിട്ട് പോലും ആ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് അയക്കുകയാണ്. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ പാകിസ്ഥാൻ ഇനി നിലം പരിശാക്കും എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഇന്ത്യ നൽകുന്നത്. അവരുടെ ഭീഷണികൾക്കൊന്നും ഇന്ത്യ വശംവദനാകാൻ പോകുന്നില്ല. വീരവാദങ്ങൾക്കൊന്നും ഇന്ത്യ ഒരു രീതിയിലെ പരിഗണനയും നൽകാൻ പോകുന്നില്ല. പഴയതിനേക്കാൾ കരുത്തോടെ വ്യക്തമായ പദ്ധതികളോടെയുമാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ അതിർത്തി കാക്കുന്നത്. പാകിസ്ഥാൻ്റെ സൈനികരും രാഷ്ട്രീയ നേതൃത്വവും സ്വന്തമായി അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഇന്ത്യയുമായി യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കുന്നത്. അങ്ങനെയല്ല ഭാരതം നിലനിൽപ്പിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായ രീതിയിൽ സാമ്പത്തികമായി മുന്നേറാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതിനിടയിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. ഇനി അത്തരം പ്രകോപനങ്ങൾക്ക് ഇന്ത്യ ചുമ്മാതിരിക്കാൻ പോകുന്നില്ല. വളരെ കൃത്യമായ രീതിയിൽ പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കും. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് അകന്നു കഴിഞ്ഞു. ഇനി മറ്റുള്ള പ്രദേശങ്ങൾ കൂടിയുള്ളൂ. ഇതെല്ലാം തന്നെ തകർത്തെറിയാൻ പോവുകയാണ് ഇന്ത്യ. ഇതിനോടകം തന്നെ സാമ്പത്തികമായി, സൈനികമായി, കായികമായി എല്ലാം പാകിസ്ഥാൻ തകർന്നു കഴിഞ്ഞു. ഇനിയൊരു പ്രകോപനത്തിന് പാകിസ്ഥാന് ബാല്യമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.